ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി അത് ജനങ്ങൾ ഇന്ന് രേഖപ്പെടുത്തുകയാണ്. ഹരിയാനയിൽ മുൻ ക്രിക്കറ്റ് താരം വീരേന്ദർ സേവാഗ് കോൺഗ്രസ്സിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത്. പ്രത്യേകിച്ചും തോഷ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അനിരുദ്ധ് ചൗധരിക്ക് വേണ്ടി കൃത്യമായും റോഡ് ഷോകൾ ഉൾപ്പെടെയുള്ളത് നടത്തുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളിൽ ഒരാളായ വീരേന്ദർ സേവാഗ് ചെയ്തത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസ നേർന്നുകൊണ്ടും പ്രചരണം നടത്തിക്കൊണ്ടും വീരേന്ദർ സേവാഗ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒന്ന് തന്നെയാണ്. ഇന്ത്യയെ പിന്നോട്ടടിക്കാൻ ഒരു വർഗീയ ശക്തികൾക്കും കഴിയില്ല എന്ന ശക്തമായ സന്ദേശം കൊടുക്കലായിരുന്നു വീരേന്ദർ സേവാഗിൻ്റെ ഈ വാചകം. വാസ്തവത്തിൽ സേവാഗ് കോൺഗ്രസ്സിലേക്ക് ചേക്കേറുമ്പോൾ അത് BJPക്ക് വലിയ രീതിയിലുള്ള പണിയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കൃത്യമായ ക്രിക്കറ്റ് ഫാൻസ് ഉള്ള ഒരു ക്രിക്കറ്റ് താരമാണ് വീരേന്ദർ സേവാഗ്. കോൺഗ്രസ്സിലേക്ക് നിരവധിയായ കായിക താരങ്ങൾ എന്തുകൊണ്ട് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം കൂടി വീരേന്ദർ സേവാഗ് പറയുന്നുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയം നോക്കിയല്ല താരങ്ങളെ കൃത്യമായി പ്രചോദിപ്പിക്കുന്നത്. അവർ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് സേവനം നടത്തി എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്നാൽ BJP വർഗീയത നോക്കുന്നു. അവർക്കിഷ്ടമില്ലാത്തവരെ അവർ തഴയാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അതിന് ഉദാഹരണം തന്നെയാണ് ഹരിയാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജുലാന മണ്ഡലത്തിൽ മത്സരിക്കുന്ന വിനേഷ് ഫോഗാട്ട് എന്നത് പറയാതെ പറഞ്ഞിരിക്കുന്നു വീരേന്ദർ സേവാഗ്. വാസ്തവത്തിൽ ഹരിയാനയിൽ BJPക്ക് കൊടുക്കേണ്ട മറുപടി എന്നത് ജനങ്ങൾ മുമ്പേ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അഭിപ്രായ സർവേ ഫലങ്ങളിൽ ഹരിയാനയിലെ 90 സീറ്റിൽ 80-ൽ കൂടുതൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കും എന്ന പ്രതീതിയാണ്. അവിടെ ആം ആദ്മി നാണം കെട്ട കളി കളിക്കുന്നെങ്കിൽ പോലും അതൊന്നും ഏശില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആം ആദ്മി ഇതിനു മുമ്പ് എവിടെയൊക്കെയാണ് മത്സരിച്ച് അവിടെയൊക്കെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി കളിച്ച നാറിയ കളികൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഹരിയാനയിൽ ആ പരിപാടി നടക്കില്ല. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ ഏകീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ BJPയുടെ സഖ്യകക്ഷിയായി മാത്രമേ ആം ആദ്മി പാർട്ടിയെ ജനങ്ങൾ വിലയിരുത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു സ്ഥാനവും ഹരിയാനയുടെ മണ്ണിൽ ഇല്ല എന്ന് വിളിച്ചോതുന്ന തരത്തിലാണ് കാര്യങ്ങൾ. സേവാഗ് അടക്കമുള്ള നിരവധിയായ താരങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ രാജ്യം വലിയ രീതിയിൽ മാറ്റത്തിൻ്റെ പാതയിലാണെന്ന് രൺദീപ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.